അനുവിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോ എന്റെ താഴെ വന്നിട്ട് 3-4 കമന്റ്, ചേച്ചിക്ക് കണ്ടില്ലേ കണ്ണുണ്ട്, പക്ഷെ കണ്ണുണ്ടെന്ന് വെച്ചിട്ട് കാണാത്തത് എന്റെ കണ്ണ് കാണാറില്ല. അത് എന്റെ ഒരു കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. നടക്കാത്തതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ കണ്ണിൽ പെടാറില്ല. ഓക്കെ, ഇത് മറ്റേ നന്ദന സിനിമയിൽ ഗുരുവായൂരപ്പന്റെ നവ്യനായർ പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അത് പറയാനായിട്ടുള്ള സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആൻഡ് അനുവിന്റെ ഫാൻസിനോടാണ്, നിങ്ങൾ എന്ത് കണ്ടെന്നാ പറയുന്നത്? നിങ്ങൾ ഇത് അവര് രണ്ടുപേരും ഉമ്മ വയ്ക്കുന്നത്, പുതപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് കയ്യും ഇതും പൊന്തുന്നതല്ല, കറക്റ്റ് ഉമ്മ വയ്ക്കുന്നത് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് എക്സാക്ട് പിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കും, നമുക്ക് സംസാരിക്കാം. കാരണം ബിഗ് ബോസും ക്രിയേറ്റേഴ്സും ഹോസ്റ്റായ ലാലേട്ടനും ഒക്കെ കണ്ടിട്ടില്ല എന്ന് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നിങ്ങളിൽ ആരാണ് കണ്ടിരിക്കുന്നത്? അനുവിന്റെ ഫാൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. ആൻഡ് ബിഗ് ബോസിൽ ഇപ്പൊ ഒരു തുമ്പി വന്നിട്ട് ക്യാമറ ഇരുന്നാലും അവർക്ക് അത് കണ്ടന്റ് ആണ്, അവർക്ക് എല്ലാം കണ്ടന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് എന്തിനാ അവർ ഹൈഡ് ചെയ്യണം? അവർക്ക് അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാണാത്തതായിട്ടുള്ള, കണ്ടിട്ടില്ല, നടന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം കോൺഫിഡന്റ് ഉള്ളതുകൊണ്ടാണ് ലാലേട്ടൻ അത്രയും സ്ട്രോങ് ആയിട്ട് വന്ന് സംസാരിക്കുന്നത്, സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്നത്. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗിസേലിനോടും ആരിനോടേ അത് ചോദിക്കത്തുള്ളൂ. ആൻഡ് ഗിസേൽ അത് ടേക്കപ്പ് ചെയ്ത രീതി വളരെ കൂൾ ആൻഡ് നൈസ്. ഗിസേൽ പറയുന്നുണ്ട് അവർ രണ്ടുപേരും അഡൾട്ടാണ്, മാരീഡ് അല്ല, ഇനിയിപ്പോ അവർക്ക് ഉമ്മ വെക്കണം, നോർത്ത് ഈസ്റ്റ് ആണ്, ദേ ഡോണ്ട് വാണ്ട് ടു ഹൈഡ് ലൈക്ക് മല്ലൂസിനെ പോലെ. അവര് അങ്ങനെ ഞാൻ കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ടീംസ് ഒക്കെ കൂടുതൽ കുറച്ചും കൂടി ലിബറൽ ആയിട്ട് ചിന്തിക്കുന്നവരാണ്. അപ്പം നമ്മള് മലയാളീസിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് കുറച്ച് ഇടുങ്ങിയ ചിന്തകളോടുകൂടി ചിന്തിക്കുന്നത്, ലൈക്ക് അനുവിനെ പോലെ. അപ്പൊ അവിടെ കുലസിതം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതല്ല. കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തേങ്ങ കാണിക്കാന്നുള്ള ഒരു റൂളൊന്നും ബിഗ് ബോസിന്റെ ഉള്ളിലില്ല. അപ്പോ ഇപ്പോഴും ഞാൻ കണ്ടു എന്ന് നിൽക്കുന്നത് അത് സത്യം ഉണ്ടാവണമെന്നില്ല. ഇനി പുറത്ത് പറഞ്ഞാൽ, ഇത് ഞാൻ മാറ്റി പറഞ്ഞാൽ, എനിക്ക് തോന്നിയതാവും ലാലേട്ടാന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാൽ പണി അടാറ് പാളും എന്നുള്ള ഒരു ഈഗോ ക്ലാഷ് കൊണ്ടാണ് അനു അവിടെ പിടിച്ചു നിർത്തുന്നത്. സോ ഇത്രയും കാലത്തെ സീസണിൽ ആ ഒരു ക്രൗൺ ഞാൻ അനുവിന് വെച്ചു കൊടുക്കാനും, ഇന്റലിജന്റ് ഫേക്ക് ഗെയിമർ, നല്ല അടിപൊളിയായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ക്രൂക്കഡ് മൈൻഡോട് കൂടിയിട്ടുള്ള ഒരു ഫേക്ക് ഗെയിമർ ആണ് അനു. കാരണം തൊട്ടനും പിടിച്ചനൊക്കെ കരയുന്ന, അല്ലെങ്കിൽ ചപ്പാത്തി മോഷ്ടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ലൈക്ക് ഒരു സൈക്കോ പോലെ കരഞ്ഞ അനു ലാലേട്ടൻ ഇന്നലെ ഇത്രയും നേരം ഇട്ട് പൊരിച്ചിട്ട് ആ കൊച്ചു കരഞ്ഞില്ല. എന്തേ കണ്ണീര് പറ്റിപ്പോയോ? അത് അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് വാട്ടർ ടാങ്കിലോട്ട് നിറയ്ക്കാൻ കൊടുത്തേക്കായിരുന്നു, കരഞ്ഞില്ല. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നുണ പിടിച്ചു നിൽക്കുന്നത്, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതല്ല ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതിന്റെ കെയർ ഓഫിൽ അനുവിന്റെ ഫാൻസ് എന്നോട് ഉടക്കിയാലും അല്ലെങ്കിൽ വന്ന് തെറി പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. കാരണം യൂട്യൂബിൽ അങ്ങനെ തെറി പറയുന്നവരെ എടുത്ത് എന്നൊക്കെ ആയിട്ട് കളയാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള കല്ലുമോളുടെ ആ ഒരു സംഭവം അക്ബർ പറഞ്ഞ മാതിരി ആ സ്ക്രിപ്റ്റ് കീറി